എന്നെ മിസ്റ്റർ പെരേര എന്ന് വിളിച്ച ഒരേ ഒരാളേ ഉള്ളൂ. അത് ബിജു റോക്കി മാഷാണ്. 5 കൊല്ലം മുമ്പായിരുന്നു അത്, ബൈപ്പോളാർ കരടിക്കൊക്കെ മുമ്പ്. അതുകൊണ്ടാവണം കരടിക്ക് ഒരു അതിദീർഘ ആസ്വാദനം എഴുതി അദ്ദേഹത്തെ ഞെട്ടിക്കാൻ എനിക്ക് തോന്നിയത്. മലയാള മാരികയിൽ അദ്ദേഹത്തിൻ്റെ പുതിയൊരു കവിത വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ പതിയാത്ത ഉമ്മകൾ, ചുണ്ടുകൾ കൊണ്ടുള്ള മുദ്രകൾ അഥവാ ഉമ്മകൾ വലിയൊരു ഈടു നൽകലാണ്. അതിനൊരു മുദ്രപത്രത്തിൻ്റെ ഒരു അകമ്പടി കൂടി ഉണ്ടാകുന്നു. പുറകിൽ നിന്നുള്ള കെട്ടിപ്പിടുത്തത്തിൻ്റെ കൂടെ അത് നമ്മിലേക്ക് എത്തുമ്പോൾ ഉമ്മ വയ്ക്കുമ്പോൾ ഞാനും ഈ നെൽപ്പാടത്തെ കിളിയെപ്പോലെ ആകാറുണ്ട്. എത്രയും പെട്ടെന്ന് പരമാവധി കൊത്തിയെടുക്കുക, കൊത്തി തിന്നുക എന്നുള്ള ഒരു ആവേശം അതിൽ കുളിച്ചു വരും. പക്ഷേ ബിജു റോക്കി മാഷ് പലതരം ഉമ്മകളെ പറ്റി പറയുന്നുണ്ട്. കൈപ്പേറുമ്പോൾ കിനിയുന്ന തേനടയായും, അല്ലെങ്കിൽ തലോടി നിറയുന്ന ഉമ്മക്കാറ്റായും, പിന്നെ ചിറകടിയാൽ ഊറ്റിയെടുക്കുന്ന പൂമ്പാറ്റ ഉമ്മകളും, പിന്നെ മീൻനുറുക്കായി രുചിച്ചിറക്കിയ മീനുമ്മകളും, അങ്ങനെ അങ്ങനെ പതിഞ്ഞും പതിയാതെയും പതഞ്ഞും ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതാണ് മാഷ് പറഞ്ഞു വയ്ക്കുന്നത്. ഉമ്മ ചുരത്തുന്ന ആളിലേക്ക് ധാന്യം കൊത്തി തിന്നാൻ വരുന്ന കിളികളെ പോലെയല്ല കടന്നു ചെല്ലേണ്ടത്. നേരെ മറിച്ച് ധ്യാനബുദ്ധൻ്റെ മനസ്സോടെയാണ് കടന്നു ചെല്ലേണ്ടത്. അപ്പോഴാണത് ഇരുളിൽ തിരിവെളിച്ചമാവുക.